ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞ് നമ്മുടെയൊക്കെ നോവായി മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ മല്ലപ്പള്ളിയിലെ ആലിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ, ആലിൻ കളിച്ച് ചിരിച്ച് വളരേണ്ടിയിരുന്ന ഈ വീട്ടിന് മുറ്റത്തേക്ക് എത്തുമ്പോൾ കുടുംബം സധൈര്യം അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ നമുക്ക് അഭിമാനമുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ അവയവദാനത്തെക്കുറിച്ചൊക്കെയുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റിത്തരുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ കുടുംബം നടത്തിയതെന്ന് നിസ്സംശയം നമുക്ക് പറയണം. ഇപ്പോൾ ആലിൻ്റെ വീട്ടിൽ ആലിൻ്റെ പിതാവിൻ്റെ ബന്ധുക്കളാണുള്ളത്. കൂടാതെ നാട്ടുകാരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ധീരമായ തീരുമാനത്തിലേക്ക്? കാരണം അത്രയേറെ മാതൃകയാക്കേണ്ട ഒരു തീരുമാനം. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അവയവദാനം നടത്തുന്നത്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇതൊന്നും ഞങ്ങൾ പ്ലാൻഡ് അല്ലല്ലോ. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അതുകൊണ്ടത് നമ്മളൊന്നും മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളല്ല. 5-ാം തീയതിയാണ് ആക്സിഡൻറ്റ് നടക്കുന്നത്. കോട്ടയത്തിനടുത്ത് ചിങ്ങവനത്താണ് പള്ളം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പല ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ അമൃത ആശുപത്രി ബിലീവേഴ്സിൽ നിന്ന് 1.5 ദിവസം ബിലീവേഴ്സിൽ ചികിത്സ നേടിയിട്ട് ഞങ്ങൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ചുകൂടെ വിദഗ്ധമായ ചികിത്സ കിട്ടും എന്നുള്ള കണക്കൂട്ടിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഡോക്ടേഴ്സ് നന്നായിട്ട് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മിനിയാന്ന് ഇനിയും പ്രോഗ്രസ് ഇല്ല എന്നുള്ളത് ഞങ്ങളെ ബോധിപ്പിച്ചു. അപ്പം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ എന്നുള്ളൊരു ടെസ്റ്റ് ആണ് നടത്തേണ്ടത്. അത് നടത്തി. അപ്പോൾ അത് പോസിറ്റീവ് അല്ലായിരുന്നു. പിന്നെ ഒരിക്കൽ കൂടി അത് നടത്തി. ഇന്നലെ ഉച്ചയ്ക്ക് അത് കൺഫേം ചെയ്യുമായിരുന്നു. കൺഫേം ചെയ്ത് കഴിയുമ്പം ബ്രെയിൻ ഡെത്ത് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെ സംഭവം ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ചിന്ത പോയി. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് മകന് അവിടെ നിന്ന് വിളിക്കുമ്പം അവനെന്നോട് പറഞ്ഞു, ഞാനും അരുണും ഷെറിനും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. എന്നോട് അത് എങ്ങനെ യോജിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പോയത് അവനിങ്ങോട്ട് എന്നോട് പറയാം, 100% അതിന് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു സംശയം ഉണ്ടായില്ല അല്ലേ? അതിലൊരു ആശങ്ക ഒന്നും ഉണ്ടായില്ല? ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ കുട്ടി പോകുന്നത് തന്നെ നമുക്ക് നേരത്തെ അറിയാതെ. അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നെങ്കിൽ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ, ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോകും എന്നുള്ള ഉറപ്പായിരുന്നു. അതുപോലുള്ള ആക്സിഡൻറ്റും അതുപോലുള്ള അവസ്ഥയുമായിരുന്നു. 7-8 ദിവസമായിട്ട് ഒരേ കണ്ണ് പോലും തുറക്കാതെ കിടക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോയാലും ഞങ്ങൾക്ക് 5 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ് നമ്മുടെ മക്കളായിട്ട് തന്നെ കണക്കാക്കാം അല്ലെ? 5 പേര്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് കുഞ്ഞുമോളെ ഓർക്കുന്നത്? കുഞ്ഞുമോളെ ഓർക്കുന്നില്ല. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ കൂടെ നമുക്ക് ഓർക്കാൻ പറ്റും. പക്ഷേ ഇവരെ ഇന്ന് ഞങ്ങൾക്ക് മല്ലപ്പള്ളിക്ക് മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടും ഒരു റോൾ മോഡലാണ് അവർ. കാരണം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നതാണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യം. ഇതിൽ കൂടുതൽ നല്ല ഒരു കോടികൾ കൊടുത്ത് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? പക്ഷേ കുറേ മനുഷ്യ ജീവനാണ് കൊടുക്കുന്നത്. അത് അങ്ങേയറ്റം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അഭിമാനമാണ്. നാട്ടുകാർക്ക് മാത്രമല്ല, കേരളക്കാരൊക്കെ അത് ഈ കുടുംബത്തിന്റെ സ്വകാര്യ ദുഃഖമായി മാറേണ്ടിയിരുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു വേർപാടാണ്. പക്ഷേ ഇപ്പോൾ നമ്മളും അതിൽ വേദനിക്കുന്നു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ മുത്തശ്ശന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ അവർ അഭിമാനിക്കുന്നു. 5 മക്കൾ തനിക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ചേട്ടാ സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ? സംസ്കാര ചടങ്ങുകൾ നാളെ ഇവിടെ ജോർജ് മാത്തൻ ഹോസ്പിറ്റലിലാണ്, മോർച്ചറിലാണ് ബോഡി വെച്ചിരിക്കുന്നത്. നാളെ 6:30 മണിക്ക് അവിടെ വന്ന് എടുത്തിട്ട് അവിടെ ഒരു അരമണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം 7 മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരികയും, അതോടൊപ്പം തന്നെ ഭവനത്തിൽ ധാരാളം ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞാൽ 2:30 ഭവനത്തിലെ ശുശ്രൂഷ തുടങ്ങുകയും തൊട്ടടുത്ത് ഇവിടെ CSI പള്ളിയുടെ നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. അങ്ങനെ തന്നെയാണ് ആലിൻ ഷെറിൻ എബ്രഹാം. ആ കുഞ്ഞിന്റെ പേര് പോലെ തന്നെ അമ്മയുടെയും അച്ഛന്റെയും പേര് കൂട്ടിച്ചേർത്താണ് ആ നാമം പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെ അമ്മയും അച്ഛനും നെഞ്ചോട് ചേർത്ത മോളാണ്. പക്ഷേ ഇന്ന് അവരുടെ കൂടെ ആ മകളില്ല. പക്ഷെ ആലിന്റെ അവയവദാനത്തിലൂടെ 5 മക്കൾ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അഭിമാനകരമായിട്ടുള്ള കാര്യം. എത്രത്തോളം നന്ദി പറഞ്ഞാൽ തീരുമെന്നറിയില്ല. അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം ഈ കുടുംബത്തോട് നന്ദി അർപ്പിക്കുകയാണ്. ഈ മുറ്റത്ത്, ഈ മല്ലപ്പള്ളിയിലെ വീടിന്റെ മുറ്റത്ത് നിന്ന് സംസാരിക്കുമ്പോഴും ഹൃദയവേദനയുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു മാതൃക ജനങ്ങൾക്ക് കാണിച്ചു തന്നാണ് ആലിൻ ഷെറിൻ എബ്രഹാം പോകുന്നത്. 10 മാസം മാത്രമാണ് ഈ ഭൂമിയിൽ ഉണ്ടായത്. പക്ഷേ അവൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു മടങ്ങുന്നു എന്ന് നമുക്ക് അങ്ങനെ സമാധാനിക്കാമെന്ന് വിചാരിക്കുന്നു. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.